ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയാലാ സ്റ്റഫ്ഡ് എഗ് റവ ഫ്രൈ. പേരിന് ഇച്ചിരി വലിപ്പം കൂടുതലാണെങ്കിലും ഉണ്ടാക്കാൻ സംഭവം എളുപ്പമാണ്. ചുരുക്കി പറഞ്ഞാലേ പേര് പറയാനാ ബുദ്ധിമുട്ടുള്ളത്, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 6 കോഴിമുട്ട അങ്ങ് പുഴുങ്ങിയിട്ടേ ഇതിൻ്റെ ആ ഒരു എഗ് യോക്കും വൈറ്റ് യോക്കും അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ 2 സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ചെറുതാക്കി അരിഞ്ഞ പച്ചമുളകും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തക്കാളി കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടികളായിട്ട് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു എഗ് യോക്കില്ലേ അതും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ യോക്കൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ സിമ്പിൾ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റഫ് ചെയ്തെടുക്കണ്ടേ നമ്മുടെ മുട്ടയിൽ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു മസാലയുടെ ചൂട് നന്നായിട്ട് ആറണം, എന്നിട്ട് വേണം ഇത് സ്റ്റഫ് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു യോക്കിരുന്ന ഭാഗത്ത് മാത്രമല്ല മുട്ടൻ്റെ ആ ഒരു വശം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ മസാല വെച്ച് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ടേ നല്ല ടൈറ്റിൽ വെച്ച് കൊടുക്കണം കേട്ടോ മസാല. ഇതുണ്ടല്ലോ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാട്ടാ. പക്ഷെ നമ്മളുടെ പേര് റവ ഫ്രൈ എന്നാണല്ലോ, അപ്പം നേരെ കുറച്ച് റവ എടുത്തോളൂ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു മസാല തന്നെ ഭാഗില്ലേ ആ ഒരു വശം വേണട്ടാ റവയിലേക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഉണ്ടല്ലോ ഒരു പാനിലോട്ട് കുറച്ച് പട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ആ ഒരു റവ വന്ന ഭാഗം ഉണ്ടല്ലോ അത് വേണം ആദ്യം വെച്ച് കൊടുക്കാനായിട്ട്. ആ ഒരു സൈഡ് അങ്ങനെ സെറ്റ് ആയി കഴിയുമ്പോൾ നേരെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കൂടി ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. ഇനി ഇല്ലെങ്കിലും സംഭവം സെറ്റ് തന്നെയാട്ടാ. അപ്പം ഉണ്ടാക്കി